ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആകാശ് വ്ളോഗ്സ്. 2 ദിവസം റഷ്യയിൽ 2 ദിവസം അതിവിജയകരമായി പൂർത്തീകരിക്കുകയാണ്. അതായത് മോസ്കോയിലായിരുന്നു 2 ദിവസം. നമ്മുടെ ടോട്ടൽ 6 ദിവസത്തിൽ 2 ദിവസം മോസ്കോ, 4 ദിവസം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ നിങ്ങൾ കണ്ടു, നമ്മൾ മോസ്കോയിൽ നിന്ന് റഷ്യയിലെ വേറൊരു എന്താ പറയുക മഹാനഗരമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനും നിങ്ങൾ. സെൻറ്റ് പീറ്റേഴ്സ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് അമേരിക്കയിൽ ഇവിടെ കൊണ്ടാണ്, പക്ഷേ റഷ്യയിലാണെന്ന് പിന്നീട് പ്രായത്തിൻ്റെ ഇതനുസരിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് അറിയുന്നത്. എനിവേ നമ്മൾ ഇന്നോട്ട് 3-4 ദിവസം, അറൗണ്ട് 4 പറയാം, എന്നാലും 3 കൂട്ടാം, 3-4 ദിവസം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. മോസ്കോയിൽ അതിനേക്കാളും കളർഫുൾ സിറ്റി എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആണെന്ന് ഞാൻ തിരക്കി എല്ലാവരും പറയുന്നത്. എനിവേ നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ രാത്രി ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് പോയത്. അത് പോയ പാടെനിക്കറിയാം. പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്താണെന്നും അവിടുത്തെ കാലാവസ്ഥേനെ ആയിട്ട് പൊരുത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലും കാശ് മുടക്കിയ നമ്മളായതുകൊണ്ടും പൊരുത്തപ്പെട്ടേ മതിയാകൂ എന്ന സാഹചര്യത്തിൽ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ അടുത്ത സിറ്റി സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഇന്ന് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അതിന് മുമ്പ് നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസം കഴിച്ച ഹോട്ടൽ, മോസ്കോയിലെ വേഗ ഹോട്ടൽ, നല്ലൊരു ഹോട്ടലായിട്ടോ, 4 സ്റ്റാർ ഹോട്ടലായിരുന്നു. അടിപൊളി ഹോട്ടലാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഈ ഹോട്ടലും ഇത് ഇച്ചിരി, നമ്മുടെ റൂം ഇച്ചിരിയും കൂടെ സ്പേസ് ഉണ്ട്. അതായത് നമ്മുടെ മറ്റേ വേഗ ഹോട്ടലല്ല, മോസ്കോയിലെ ഹോട്ടലിന് ഇച്ചിരി ഇന്ത്യയിൽ സ്പേസ് കുറവായിരുന്നെങ്കിലും നല്ല ഹോട്ടലാണ്, ഇതും നല്ല ഹോട്ടലാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പറയാം എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്ന്. എനിവേ എന്നിരുന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു, നേരെ ഇറങ്ങുന്നു. ഇന്ന് ഒരുപാട് നല്ല കാഴ്ചകൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, എല്ലാം വോയിസ് ഓവറിലൂടെയും വീഡിയോസിലൂടെയും പറയുന്നതായിരിക്കും. എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നലെ രാത്രി 9 മണിക്ക് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ലാൻഡ് ചെയ്തപ്പോൾ പുറത്ത് തണുപ്പെന്ന് പറഞ്ഞാൽ അസഹനീയമായിരുന്നു. ലിറ്ററലി ആ തണുപ്പ് ഇതുവരെ നമ്മുടെ ഹോട്ടലിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇനി ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളൊരു പിടുത്തമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ഡ്രസ്സാണ് അടുത്ത് അകത്തിട്ടിരിക്കുന്നത്. സാധാരണ റഷ്യയിൽ ഇത്രയും തണുപ്പ് ക്ലൈമറ്റ് ഇല്ലാത്തതാണ്. അതിന് ബെസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തന്നത് നമ്മുടെ ടൂർ ഗൈഡ് ഷില്ലേട്ടൻ തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ കഴിഞ്ഞ മാസവും റഷ്യയിൽ ട്രിപ്പ് വന്നപ്പോൾ ഇത്ര തണുപ്പില്ലായിരുന്നു, ഒരു വെയിലുണ്ടായിരുന്നു. ആ വെയിലിന് പോലെ ഒരു ചെറിയൊരു തണുപ്പ്, നല്ല രസമായിരുന്നു. ദുബായിലെ നവംബർ ക്ലൈമറ്റ് പോലെ. പക്ഷേ എന്തോ നമ്മുടെ നല്ല ഭാഗ്യക്കേടോ കൊണ്ടോ ചെറിയൊരു തണുപ്പും മഴയും പൊടിമഴയും നല്ലപോലെ പെയ്യുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. മൈനസിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ. അതായത് 8 ഡിഗ്രി 6 ഡിഗ്രി 7 ഡിഗ്രി ഇങ്ങനെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാട് നല്ല രീതിക്കുണ്ട്. പറഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിലെത്തി. ഭക്ഷണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഫുഡായിരുന്നു. പുതിയൊരു നമ്മൾ റഷ്യയിലെത്തിയിട്ട് 2ാമത്തെ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലായാലും നമ്മുടെ ഫുഡായാലും വളരെ നല്ലതായിരുന്നു. പഠിക്കുന്ന കോഴ്സായിട്ട് കണക്ട് ചെയ്ത് പറയാനാണെങ്കിൽ നല്ലൊരു കോണ്ടിനെൻ്റൽ ഫുഡ് കഴിച്ചു. ഇന്ന് മുതൽ 2-3 ദിവസത്തേക്ക് ഇനി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ കാഴ്ചകളാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. റഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഒരു ബിഗ്ഗസ്റ്റ് നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. റഷ്യയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയാം. പണ്ടത്തെ തലസ്ഥാനമായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ തലസ്ഥാനം മോസ്കോയിലേക്ക് മാറിയപ്പോൾ എന്താ പറയുക, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഔപചാരികമായ ഒരു സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നു. നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിൻ്റർ പാലസാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പറയാം. ഒരു കാലത്ത് റഷ്യൻ ചക്രവർത്തിമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു നമ്മളീ പോകാൻ പോകുന്ന ഒരു കൊട്ടാരം. വലിയൊരു കൊട്ടാരമാണ്. അതിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എന്താ പറയുക, ഒരു ബാഹുബലി സെറ്റെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന പണ്ടത്തെ സിനിമകളുടെ ഒരു സ്റ്റൈലെന്നൊക്കെ പറയാം. ആക്ച്വലി 323 വർഷം പഴക്കമുള്ള 1703 സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരം സ്ഥാപിതമായത്. ഓക്കെ, പീറ്റർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചക്രവർത്തി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പീറ്റർ ദ ഗ്രേറ്റ് ആണ്. അന്ന് വരെ മോസ്കോ ആയിരുന്നു തലസ്ഥാനമെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി. കാരണം ഇവിടെ ആർട്ടിക് കടൽ, ബാൾട്ടിക് കടൽ ഇവിടെ അടുത്താണ്. കടലും ഇതാണ് വ്യാപാരത്തിന് അന്ന് ഏറ്റവും വലിയ അനുയോജ്യമായ സ്ഥലം. മോസ്കോയിൽ അതില്ല. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് സിറ്റി സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് സ്ഥാപിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് സ്ഥാപിച്ചത് ആക്ച്വലി ഒരു ചെറിയ പഴയ കോട്ടയാണ്. ആ കോട്ട പീറ്റർ ആൻഡ് പോൾ ഫോർട്രസ് നമ്മൾ പോകുന്നുണ്ട്. അവിടെയാണ് ആദ്യം ഒരു കോട്ട കിട്ടിയത്, അതായിരുന്നു സിറ്റി. പക്ഷെ പിന്നീട് അത് കാലാന്തരത്തിൽ വളർന്ന് വലിയ റഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമായിട്ട് മാറി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹിസ്റ്റോറിക്കൽ ഏരിയയിലാണ്. ഈ ഏരിയയിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് പണിത കെട്ടിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ
ലോക യുനെസ്കോ പൈതൃക നഗര പദ്ധതിയിൽപ്പെട്ട ഒരു നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ നഗരം. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനുകളെല്ലാം സർ ചക്രവർത്തിമാർ പണിതതാണ്. കാരണം അന്ന് പോളണ്ട് മുതൽ അങ്ങേ സൈഡ് ജപ്പാൻ്റെ മീൻസ് ആ കടൽ വരെ, പസഫിക് കടൽ വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു റഷ്യൻ സാർ ഭരണകൂടം എന്ന് പറയുന്നത്. അന്നത്തെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ഭരണകൂടമായിരുന്നു സാർ ഭരണകൂടം. അപ്പോൾ അവരുടെ പ്രൗഢിയുള്ള കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ ഇതെല്ലാം ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, അതിനുശേഷം സാർ ചക്രവർത്തിമാരുടെ ശേഷം ഒക്ടോബർ വിപ്ലവം നടന്ന, അതായത് 1917 അന്നത്തെ സാർ ഭരണകൂടത്തിനെതിരെ ഇവിടെയുള്ള ജനങ്ങൾ സംഘടിച്ചതും ഒക്ടോബർ വിപ്ലവം നടന്നതും ഒക്കെ നടന്ന നാടും ഈ നാട് തന്നെയാണ്. ഇവിടെയാണ് ലെനിൻ ആദ്യമായി ഹെൽസിംകിയിൽ നിന്നും ട്രെയിനിൽ വന്നിറങ്ങുകയും ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധനയൊക്കെ ചെയ്ത നഗരവും ഇതാണ്. അതിനുശേഷം സോവിയറ്റ് ഭരണകാലത്ത് 2ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതും യുദ്ധത്തിന് ലെനിൻഗ്രാഡ് ഉപരോധം എന്ന് കേട്ടിട്ടുണ്ടാവും. അതെ, അതിനിടയ്ക്ക് ഷിൻലേട്ടൻ റഷ്യയുടെ ചരിത്രവും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഒക്കെ ചരിത്രവും നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെ രാജാക്കന്മാരാണ്, അവരുടെ ചരിത്രങ്ങൾ എപ്പോഴൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പറഞ്ഞു തരാൻ ഷിൻലേട്ടൻ കൊണ്ട് സാധിച്ചു. നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള മൊമെൻറ്റ്സും കാണുന്നുണ്ട്. ഇവിടേക്കൊക്കെ പലതിലും നമ്മൾ നാളെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ പറഞ്ഞു പോകാത്തത്. ആ കാര്യത്തിൽ റഷ്യയിൽ മോസ്കോ ആയാലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആയാലും ഒരുപാട് എന്താ പറയുക ഗോൾഡൻ മൊമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവും, മനസ്സിലായില്ല? അത് അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനെല്ലാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അവർ കണക്കാക്കുന്നു. എന്നാലും അതിന് പുറമെ മെയിനായിട്ട് പറയേണ്ട കാര്യം, ഇവയിലെല്ലാം ഇവിടുത്തെ നാട്ടുകാർ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന് മാറി അവരുടെ സ്വന്തം, ഇപ്പോൾ ഒരു കത്തീഡ്രലാണെങ്കിൽ അവരുടെ സ്വന്തം ദേവാലയം, അങ്ങനെയാണ് അവർ കാണുന്നത്. പറഞ്ഞ് നമ്മൾ വിൻ്റർ പാലസ് എത്തിയ കാര്യം നമ്മൾ മറന്നുപോയി. കയറുന്നതിന് മുമ്പ് ഈ പച്ചയും വെള്ളയും നിറത്തിലുള്ള വലിയ ഭീമാകാരമായ കൊട്ടാരം പോലത്തെ ആ കാഴ്ച, അതെന്താന്ന് പറഞ്ഞു തന്നെ, അതിൻ്റെ പേരാണ് പാലസ് സ്ക്വയർ. പഴയ റഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രൗഢിയൊക്കെ നിലനിർത്താൻ വേണ്ടി, പുറമേ നിന്ന് തന്നെ അവരെ കാണിക്കാൻ വേണ്ടി അവർ നിലനിർത്തുന്ന ഒരു കൊട്ടാരം പോലത്തെ ഒരു കവാടമാണ് ഈ സ്ഥലം. അതിനുവേണ്ടി തന്നെയാണ് അവരിതിങ്ങനെ നിലനിർത്തുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന വിൻ്റർ പാലസിൻ്റെ പ്രധാന രൂപം എംപ്രസ് എലിസബത്ത് എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നു. ആ രാജ്ഞിയുടെ കാലത്ത്, അതായത് ഒരു 18ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. കയറുമ്പോൾ തന്നെ ഒരു പാസ്സൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ എങ്ങനെയാണ് രൂപരേഖ എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അവരൊരു എന്താ പറയുക, ഒരു മാപ്പ്, ഒരു വ്യൂ മാപ്പ് പോലത്തെ ഒരു സംഭവം, നമുക്കൊരു ബ്രോഷർ നമുക്ക് തരും. വീഡിയോ ഞാൻ തന്നെ എടുക്കേണ്ടതുകൊണ്ടും അത് ഓപ്പൺ ചെയ്ത് കാണിക്കാനും എൻ്റെ സഹായം തന്നെ ഉള്ളതുകൊണ്ടും അത് ഒരു വിധത്തിൽ നിങ്ങളെ കാണിച്ചു. എനിക്കത് കണ്ടിട്ട് ഏകദേശം എന്തൊക്കെയോ മനസ്സിലാകുന്നേ ഉള്ളൂ. അത് വിശദീകരിച്ച് കാണിക്കാനുള്ള സമയമോ സന്ദർഭവും നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഈജിപ്തിലൊക്കെ ചെല്ലുമ്പോൾ മമ്മി ബോഡി കാണൂലേ, നമ്മൾ മമ്മി ബോഡി, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രൂപരേഖ പോലെ തന്നെ അവരും അവരുടെ പണ്ടത്തെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ചില്ലുംകൂട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഇത് കണ്ടു നമ്മൾ. നമുക്ക് നമ്മുടെ പറഞ്ഞ വിഷയത്തിൽ തന്നെ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞായിരുന്നു, എംപ്രസ് എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് ഇത് പണിതത്, അതായത് 18ാം നൂറ്റാണ്ടിൽ. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്തനായ ആർക്കിടെക്റ്റായിരുന്ന ബർട്ടോലോമിയോ റസ്ട്രേലി എന്ന ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തത്, പണി കഴിപ്പിച്ചത്. 1754 ഇത് രൂപകൽപ്പന ചെയ്തത്, അതായത് പണി തുടങ്ങിയത്. പിന്നീട് 8 വർഷം കൊണ്ട്, ഏതാണ്ട് 8-9 വർഷം കൊണ്ട് 1762 മൊത്തത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ വിൻ്റർ പാലസ് ഒരു കാലത്ത് അന്നത്തെ രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് കൺസിഡർ ചെയ്തത്. പീറ്റർ ദ ഗ്രേറ്റ് രാജാവ് ഇവിടെ വസതിയായിട്ട് കൺസിഡർ ചെയ്തപ്പോൾ തങ്ങളുടെ സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും വേണ്ടി കണ്ടെത്തിയൊരു സ്ഥലമായിരുന്നു ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്ന കസേരയും ആ ഒരു സ്പേസും. ഔദ്യോഗിക ചർച്ചകൾ സന്നാഹിക്കാനുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ നിന്നാണ് മീറ്റിങ്ങുകളൊക്കെ കൂടിക്കൊണ്ടിരുന്നത്. റഷ്യയിൽ ഇതിനു മുമ്പ് രാജാക്കന്മാരായിരുന്ന എല്ലാവരുടെയും, പിന്നെ തൊട്ട് താഴെ ഔദ്യോഗിക കർമ്മം ചെയ്ത വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങൾ ഈ പാലസിനുള്ളിൽ നിറച്ചു വച്ചിരിക്കുകയാണ്. വാളിൻ്റെ ഇരുവശങ്ങളിലും ഇങ്ങനെ ഇഷ്ടംപോലെ ചിത്രങ്ങളാണ്. അത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററിയാണ്, ഒരു മെമ്മറിയാണ്. അത് ഇങ്ങനെ അവർ അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു, നമ്മളതിൽ വായിച്ചെടുക്കേണ്ടത്. പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ പാലസിന് വിൻ്റർ പാലസ് എന്ന പേര് വന്നതെന്ന് ഞാൻ തിരക്കിയായിരുന്നു. അപ്പോൾ അറിയാൻ സാധിച്ചത്, ഞാൻ പറഞ്ഞിരുന്നു റഷ്യൻ രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്തത്. പക്ഷെ അവർ മെയിനായിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് തിരക്കിയപ്പോൾ വിൻ്റർ, തണുപ്പ് കാലത്ത് ആയിരുന്നു വന്നിരുന്നത്. കാരണം തണുപ്പ് കാലത്ത്, വിൻ്റർ സമയത്ത് ആ കാലാവസ്ഥയെ തരണം ചെയ്യാൻ അവർ
എൻജോയ് ചെയ്യാനും മറ്റ് തിരക്കുകൾ മാറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ആ കാലാവസ്ഥ തരണം ചെയ്യാൻ വേണ്ടി തന്നെ വന്ന് താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പാലസ്. അതുകൊണ്ട് തന്നെ അത് കാലക്രമേണ വിൻ്റർ പാലസ് എന്നറിയപ്പെട്ടു. ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മളിപ്പോൾ വന്ന വിൻ്റർ പാലസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ രൂപരേഖ, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മനസ്സിൽ കയറിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലാക്കി തരാൻ പറയാൻ വേണ്ടി, ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. ഏതാണ്ട് 1500-ലേറെ മുറികളും 1700-ലേറെ വാതിലുകളുമുള്ള ഒരു കൊട്ടാരമാണ് നമ്മളിപ്പോൾ കയറിയ വിൻ്റർ പാലസ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ വ്യാപ്തി, വലിപ്പം ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വിൻ്റർ പാലസിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേറൊരിടത്തേക്ക് എത്തി. അപ്പോഴാണ് അടുത്തൊരു ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം കണ്ടത്. ഒരു ചർച്ചാണ്, ഒരു കത്തീഡ്രലാണ്. ചർച്ച് ഓഫ് സേവിയർ ഓൺ സ്പിൽഡ് ബ്ലഡ് എന്നാണ് ഈ കത്തീഡ്രലിൻ്റെ പേര്. റഷ്യയിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണിത്. പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു പള്ളിയാണിത്. റഷ്യൻ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ രണ്ടാമൻ ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അവിടെയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് രാജാവായപ്പോൾ എന്താ പറയുക, അദ്ദേഹം കൊല്ലപ്പെട്ട സ്ഥലത്ത് ഈ പള്ളി പണി കഴിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഐറ്റ്നറിയില്ലാഞ്ഞൊരു വിശാലമായൊരു പാർക്ക് ഞാൻ കണ്ടു. അയ്യോ, നമ്മൾ ഈ എന്താ പറയുക, ഞാൻ ഈ വീഡിയോസിലും അല്ലെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നമൊക്കെ കാണുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ് കിടക്കുന്ന ഒരു പാർക്കില്ലേ. അയ്യോ, ഞാൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഒരു എന്താ പറയുക, മൈൻഡൊക്കെ വേറെ തരത്തിലേക്ക് പോയി. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പാർക്ക്. അതിൻ്റെ പേരറിയില്ല, ഞാനത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് മാത്രം. വോഡ്ക എന്ന് പറയുന്ന ഡ്രിങ്ക് റഷ്യൻ കൾച്ചറുമായിട്ട് വളരെ ഇഴചേർന്ന് കിടക്കും. എല്ലാവരും അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഒന്ന് റൈസിൻ്റെ ഗ്രെയിൻ കൊണ്ടും വീറ്റ് ഗ്രെയിൻ കൊണ്ടും പൊട്ടറ്റോ കൊണ്ടുമാണ് ഈ വോഡ്ക ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം അത് അവരുടെ ഒരു ഭാഗമായിട്ട് ചേർന്നതാണ്. അപ്പോൾ ഈ വോഡ്ക മ്യൂസിയത്തിൽ ഉള്ളത് ആക്ച്വലി പഴയ കുറേ വോഡ്ക, അവരുടെ ഷോട്ട്സുകൾ, അവർ കഴിച്ചിരുന്ന അതിൻ്റെ പാത്രങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ വോഡ്ക ഉപയോഗിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് ആ വോഡ്ക മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ഒരു ചെറിയ മ്യൂസിയമാണ്. ആക്ച്വലി അതൊരു റെസ്റ്റോറൻ്റ് ആണ്. മ്യൂസിയം ഇറ്റ്സെൽഫ് എ റെസ്റ്റോറൻറ്റ്. അപ്പം അവിടെ നിങ്ങൾക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ഫുഡൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ വരാം. ഓക്കെ, അപ്പം അത് നമുക്ക് കാണാം. എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന പഴയ ഷോട്ട്സ്, പാത്രങ്ങൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതൊരു ചെറിയ റൂമിൽ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത റൂമിലാണ് വോഡ്ക ടേസ്റ്റിംഗ്. ഇവിടെ വോഡ്ക നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3 ടൈപ്പ് ഓഫ് വോഡ്ക അവർ നമുക്ക് വേണ്ടി സെർവ് ചെയ്യും. 3 ടൈപ്പ്. ആക്ച്വലി നോർമലി വോഡ്ക കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവരൊരു നമ്മളെ ടച്ചിങ്സ് പോലെ അവർ കഴിക്കുന്ന ഒരു സാധനമാണ് സക്കോസ്കി. ഓക്കെ, സക്കോസ്കി. സോ അതും അവിടെ ഉണ്ടാവും. അതൊക്കെ റഷ്യൻ ട്രഡീഷണലാണ്. നിങ്ങൾക്കത് 3 ഷോട്ട്സും ഓരോരുത്തർക്കും 3 നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഓക്കെ, ഷിനിലേട്ടൻ പറഞ്ഞതിലൂടെ നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഈ കയറാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണും. അതെ, വോഡ്ക മ്യൂസിയത്തിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. റഷ്യയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും വോഡ്കയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ ഈ വോഡ്ക മ്യൂസിയത്തിൽ വന്നാൽ മനസ്സിലാവും. ഇവിടെ വോഡ്ക എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന രീതികൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് അറിവുകൾ ഈ വോഡ്ക മ്യൂസിയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര പ്രാധാന്യം വരാൻ കാരണം റഷ്യയിൽ വോഡ്ക ഒരു സാധാരണ പാനീയം എന്നതിലുപരി ഇവിടുത്തെ ചരിത്രത്തോടും സംസ്കാരത്തോടൊക്കെ വളരെ ബന്ധപ്പെട്ട ഒരു പ്രധാന വിഭവമാണ് അത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ധാന്യങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേറ്റ് ആണ്. ഈ ധാന്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുവാണ്. ഇത് ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഒരുപാടുണ്ട് കാണിക്കാൻ. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഈ വോഡ്ക മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ 3 ഗ്ലാസോളം വോഡ്ക ഫ്രീ ആണ്. ഞാനത് ജീവിതത്തിൽ കുടിക്കാത്തതുകൊണ്ടും ഇനി കുടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാനതിൽ നിന്ന് വിട്ടു തന്നു. ഒറ്റൊരു കാര്യം, ഈ മോഡിൽ നിങ്ങൾക്ക് നതാശ 1 to 10 റഷ്യനിൽ എങ്ങനെ എണ്ണുമെന്ന് പറഞ്ഞു തരും. നാളെ നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ആരാണോ ഫാസ്റ്റായിട്ട് 1 to 10 അത് എണ്ണുന്നത് അവർക്ക് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. ഓക്കെ, സോ ഇല്ല, വാല്യുബിൾ ഗിഫ്റ്റ് ദാൻ വോഡ്ക. ഓക്കെ, അങ്ങനെ റഷ്യയിലെ ഒരു കുഞ്ഞറിവ് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അതാണ് കസാൻ കത്തീഡ്രൽ. റഷ്യയുടെ ചരിത്രത്തിൽ ഈ പള്ളിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. കാരണം പ്രത്യേകിച്ച് നെപ്പോളിയനെതിരായ ഒരു യുദ്ധം ഉണ്ടായിരുന്നല്ലോ റഷ്യയിൽ, അതിൽ ഈ പള്ളിക്ക് പ്രധാനപ്പെട്ടൊരു സ്ഥാനം ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല, നമുക്കും പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾക്കും. കാരണം
ഇവിടുത്തെ ജനങ്ങൾക്ക്, റഷ്യയിലെ ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം കൂടെയാണ് ഈ കസാൻ കത്തീഡ്രൽ. കത്തീഡ്രൽ മീൻസ് ഞാൻ പറഞ്ഞു, കത്തീഡ്രലിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പള്ളി എന്നാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു. കഴിഞ്ഞ വ്ളോഗ് കാണാത്തവർക്ക് ഒരറിവ് പറയാണ്, കത്തീഡ്രൽ എന്ന് വെച്ചാൽ പള്ളിയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചത്. മറ്റു കത്തീഡ്രലുകളിൽ നിന്നും മറ്റു പള്ളികളിൽ നിന്നും ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു സെമി സർക്കിൾ ഷേപ്പിലാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റാണ് ഓർമ്മ വന്നത്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു കത്തീഡ്രൽ. തൊട്ട് മുമ്പ് കണ്ട ആ കുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആളുടെ പേര് കാരലിൻ എന്നാണ്. കാരലിൻ ഒറ്റയ്ക്കല്ല, കാരലിനൊരു അനിയത്തിയുണ്ട്, കൈറയ്ക്കൊരു കസിനുണ്ട്. ഇവർക്ക് രണ്ടും കൂടി ഒരു കസിനുണ്ട്, ജേഡൻ എന്നാണ് പേര്. ഇവർ 3 പേരുമാണ് എനിക്ക് റഷ്യൻ ട്രിപ്പിൽ മറ്റൊരു ഗിഫ്റ്റ് കിട്ടിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അവരെ ഇനി വരുന്ന വ്ളോഗുകളിൽ ഒരുപാട് പരിചയപ്പെടുത്തും. ഒരുപാട് വീഡിയോസ് അവരായിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് അവരെക്കുറിച്ച് വരുന്ന വ്ളോഗുകളിൽ പറയാം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് പറയാൻ പറ്റില്ല. ഇപ്പോൾ പോകുന്ന സ്ഥലം ബ്രിഡ്ജ് ഓപ്പണിംഗ് സെറമണി കാണാനാണ്. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും ബ്രിഡ്ജ് ഓപ്പണിംഗ് സെറമണി. ഇത് പല രാജ്യങ്ങളിലും ഇല്ലാത്ത റഷ്യയിൽ മാത്രമായൊരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ ഒന്നാണ് ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് സെറമണി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നേവാ റിവർ, നമ്മളിപ്പോൾ ഈ കാണുന്ന റിവറിൻ്റെ പേരാണ് നേവാ റിവർ. നേവാ റിവറിന് മുകളിൽ കുറുകെ കിടക്കുന്ന പാലങ്ങൾ നടുക്കിൽ നിന്ന് 2 കഷ്ണങ്ങളായി മുകളിലേക്ക് മാറുന്ന ഒരു അപൂർവ കാഴ്ച. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. ഇവിടെ നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള പാലങ്ങൾ, ചില പാലങ്ങളൊക്കെ നടുക്കൊരു ജോയിൻ്റാക്കി ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇവ ചില സമയത്ത് ചില പാലങ്ങളൊക്കെ രാത്രി 12 മണിക്ക് മുകളിലേക്ക് 2 ജോയിൻ്റായിട്ട് മാറും. കാരണം അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഒന്ന്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ താഴത്തു കൂടെ കപ്പലുകൾ പോകുന്ന കാഴ്ച, അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൽ നമ്മളെടുത്ത റിസ്ക് എന്തെന്ന് വെച്ചാൽ, നമ്മളെല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഹോട്ടലിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അതൊന്നും ഞാൻ കാണിച്ചില്ല. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് നമ്മളിപ്പോൾ എഴുന്നേറ്റിരിക്കുന്ന സമയം ഇവിടുത്തെ രാത്രി 11:30 സമയത്തിൻ്റെ അല്ല പ്രശ്നം. രാത്രിയാവും തോറും ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അയ്യോ, ആ തണുപ്പത്ത് ഇത് കാണണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണം. കാരണം ഇതിപ്പോൾ കണ്ടില്ലെങ്കിൽ ഇനി കാണാൻ പറ്റില്ല. ഇത് വൺ ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നാളെ കാലത്ത് ഇത് എങ്ങനെയൊക്കെ മാറാം, എങ്ങനെയൊക്കെ ഇതിൻ്റെ സ്ട്രക്ചർ മാറാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കാണണം. അത് എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ, ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് കാണണം എന്നുള്ളൊരു മൈൻഡോടെയാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് സെറമണി ഞാൻ കാണുന്നു, നിങ്ങളെ കാണിക്കുന്നു. ഫസ്റ്റ് ബ്രിഡ്ജ് 2 പീസുകളായി ഇടതോട്ടും വലതോട്ടും മാറുന്ന കാഴ്ച സ്റ്റാർട്ടായിരിക്കുകയാണ്. കൃത്യം 12 മണിയായി. ഇച്ചിരി സമയം എടുത്താണെങ്കിൽ പോലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത് 2 സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും റൈറ്റ് സൈഡിലേക്ക് മറ്റൊന്നും പോകുന്നത്. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന സ്ഥലം പല ദ്വീപുകളായിട്ടാണ് വിഭജിച്ച് കിടക്കുന്നത്. ഓരോ ദ്വീപുകളായിട്ട് നടുക്ക് നേവാ നദി, അതുപോലെ ഒരുപാട് നദികൾ. അപ്പോൾ ആയതിനാൽ ഇവിടെയുള്ള പല സ്ഥലങ്ങളും ഇങ്ങനെ തുറക്കാൻ കഴിയുന്ന രീതിയിലാണ്, പല പാലങ്ങളും ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കേട്ടോ. കാരണം ജസ്റ്റ് രാത്രി പോകാൻ ഇഷ്ടമുള്ളവർക്ക്, രാത്രി വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ അത് അവരുടെ ഒരു ലൈഫ് ടൈം മെമ്മറി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും. കാരണം അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മാത്രമല്ലല്ലോ, ചുറ്റിനും ഇങ്ങനെ രാത്രി 12 മണിക്ക് പല രാജ്യത്തു നിന്നുള്ളവർ, പല എന്താ പറയുക, ഇപ്പോൾ റഷ്യയിൽ തന്നെ ഉള്ളവർ തന്നെ പല ബോട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാം. പിന്നെ കൂടെ ഈ എന്താ പറയുക, ലൈറ്റും ഈ സമയവും, ചെറിയ തണുപ്പുണ്ടെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ചാണ്. ഈ തണുപ്പെന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് തണുപ്പ് അത്ര പറ്റാത്തതുകൊണ്ടാണ്. ചിലർക്കൊക്കെ അത് പറ്റുന്ന തണുപ്പാണ് ഇതൊക്കെ, ചിലർക്കൊക്കെ മെജോറിറ്റി ഓഫ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇങ്ങനൊരു മനോഹരമായ കാഴ്ച സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഉള്ളതുകൊണ്ടാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിന് സിറ്റി ഓഫ് ബ്രിഡ്ജസ് എന്ന് വേറൊരു പേരും കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു, റഷ്യയിൽ പകൽ കൂടുതലും രാത്രി വളരെ കുറവുമാണ്. അത് സമ്മർ സീസണിൽ വീണ്ടും കുറയും, രാത്രി പകലായിരിക്കും കൂടുതൽ. അപ്പോൾ വൈറ്റ് നൈറ്റിൻ്റെ സമയം, വൈറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി ഒരുപാട് പകലുള്ള സമയം, ആ വൈറ്റ് നൈറ്റിൻ്റെ സമയത്ത് ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് സെറമണി കാണാൻ ഭയങ്കര രസമാണ്. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 12 മണി സമയമൊക്കെ ആകാശത്ത് ഇങ്ങനെ വെളിച്ചം നിറഞ്ഞ് നിൽക്കുകയും എന്നാൽ രാത്രിയാണെന്ന് ഫീലും ഉണ്ടാവില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന, ഈ എഡിറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽ നാളെ ഒരു കാലത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിരിക്കും നിങ്ങളെ കാണിക്കാൻ പറ്റി. കാരണം ഒരു റെയർ വിഷ്വലാണ്. പലരും ഈ രാത്രി 12 മണിക്ക് ഈ തണുപ്പത്ത് എടുക്കാൻ മടിക്കുന്നൊരു കാര്യം. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബ്രിഡ്ജ് ഓപ്പൺ ആക്കുന്ന, ഇത് 2ാമത്തെ ബ്രിഡ്ജാണ്. അതുപോലെ ഒരുപാട് വിഷ്വൽ നിങ്ങളെ കാണിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. നാളെയും
ഒരുപാട് നല്ല കാഴ്ചകളും നല്ല ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അങ്ങനെ വീണ്ടും കാണാം. സീ യു ഓൺ നെക്സ്റ്റ് വ്ളോഗ്.